പ്ലംബർ ജനറൽ 2 രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി യൂണിറ്റ് 3ൽ വരുന്ന ബിൽഡിങ്ങിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചാണ് പഠിച്ചിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് 3ൽ തന്നെയുള്ള മെത്തഡ് ഓഫ് കട്ടിംഗ് വാൾസ് ഫോർ ലേയിങ് പ്ലംബിംഗ് പൈപ്പ് ലൈൻസ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതായത് പ്ലംബിംഗ് പൈപ്പ് ലൈൻസ് ലേ ചെയ്യുന്നതിന് വേണ്ടി ബിൽഡിംഗ് വാൾസ് കട്ട് ചെയ്യുന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഇതിൻ്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡു ദ കട്ടിംഗ് ആൻഡ് ഓപ്പണിംഗ് ഇൻ ബിൽഡിംഗ് സ്ട്രക്ചർ ഫോർ ഫിക്സിംഗ് പ്ലംബിംഗ് ഫിക്സ്ചേഴ്സ്. പ്ലംബിംഗ് ഫിക്സ്ചേഴ്സ് ഒരു ബിൽഡിംഗ് സ്ട്രക്ചറിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ആവശ്യമായ കട്ടിംഗ് അതുപോലെ ഓപ്പണിംഗ് എന്നിവ ചെയ്യുക എന്നുള്ളതാണ് ലേണിംഗ് ഒബ്ജക്റ്റീവ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത് ചെയ്യുന്നതിനാവശ്യമായ തിയറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എന്താണ് മെത്തേഡ് ഓഫ് കട്ടിംഗ്, എന്താണ് മെത്തേഡ് ഓഫ് കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസ്, അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, കട്ടിംഗ് ചെയ്യുന്ന സമയത്ത് കട്ടിംഗ് എങ്ങനെയായിരിക്കണം തുടങ്ങി വിവിധ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി മെത്തേഡ് ഓഫ് കട്ടിംഗ് ബിൽഡിംഗ് വാൾസ് നോക്കാം. വെൻ റണ്ണിംഗ് പൈപ്സ് അപ്പ് ഓർ എലോങ് എ masonry wall, the neatest method is to bury them in the wall surface. ഒരു ബിൽഡിംഗ് വാളിൽ പൈപ്സ് ലേ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നീറ്റായിട്ടുള്ള ഒരു അപ്പിയറൻസ് കിട്ടുന്നത് എല്ലായ്പ്പോഴും പൈപ്പ് ലൈൻസ് പുറമേ കാണാത്ത രീതിയിൽ നൽകുന്ന വിധമാണ്. The cutting should be done with very much care because it should not affect the stability of the building. ഈ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതായത് ഒരു ബിൽഡിങ്ങിൽ കട്ടിംഗ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ആ പ്രവൃത്തി ബിൽഡിങ്ങിൻ്റെ സ്റ്റെബിലിറ്റിയെ യാതൊരു കാരണവശാലും ബാധിക്കാൻ പാടുള്ളതല്ല. ചേസിംഗ്. എന്താണ് ചേസിംഗ്? The process of cutting channels is called chasing. ഒരു ബിൽഡിംഗ് സ്ട്രക്ചറിൽ ചാനൽസ് ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിനാണ് ചേസിംഗ് എന്ന് പറയുക. ചേസ്. The channels or groove cut on the wall is called chase. ചേസിംഗ് പ്രോസസ് വഴി ബിൽഡിംഗ് സ്ട്രക്ചറിൽ ഉണ്ടാക്കിയിരിക്കുന്ന കട്ട് അല്ലെങ്കിൽ ഗ്രൂവിനാണ് ചേസ് എന്ന് പറയുക. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ചേസസ് കാണാം. ഇത് വെർട്ടിക്കൽ ചേസ്, ഇത് ഹൊറിസോണ്ടൽ ചേസ്. അടുത്തതായി ചേസിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാന ടൂളാണ് വാൾ ചേസർ. ഈ ചിത്രത്തിൽ വാൾ ചേസർ ഉപയോഗിച്ച് ബിൽഡിംഗ് വാളിൽ ഗ്രൂവ്സ് കട്ട് ചെയ്യുന്ന പ്രവർത്തനം കാണിച്ചിരിക്കുന്നു. എന്താണ് വാൾ ചേസർ? ഇറ്റ് ഈസ് എ പവർ ടൂൾ യൂസ്ഡ് ഫോർ ചേസിംഗ്. ചേസിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചേസസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് വാൾ ചേസർ. എ ചേസ് കട്ടർ ഈസ് ബേസിക്കലി ആൻ ആംഗിൾ ഗ്രൈൻഡർ വിത്ത് 2 പാരലൽ കട്ടിംഗ് ഡിസ്ക് വിത്ത് എ ഡെപ്ത് സെറ്റിംഗ്. വാൾ ചേസറിൻ്റെ വേറെ പേരാണ് ചേസ് കട്ടർ. ഇതിന് 2 പാരലൽ കട്ടിംഗ് ഡിസ്കുകൾ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഡെപ്ത് നമുക്ക് ആവശ്യമായ അളവിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ചേസസ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ചേസ് കട്ടൗട്ട് ഷുഡ് ഓൾവേസ് ബി വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ ബിറ്റ്വീൻ സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് ഓൺ ദ വാൾ. എല്ലായ്പ്പോഴും ചേസസ് വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിരിക്കണം. അതായത് കുത്തനെ അല്ലെങ്കിൽ തിരശ്ചീനമായ രീതിയിലാണ് എല്ലായ്പ്പോഴും ചേസസ് ഉണ്ടാക്കേണ്ടത്. Never cut a chase at an angle between these two, nor step the channel. ഒരിക്കലും ചേസസ് ആംഗിൾ രീതിയിൽ അല്ലെങ്കിൽ ചരിഞ്ഞ രീതിയിലോ അല്ലെങ്കിൽ സ്റ്റെപ്പ് രീതിയിലോ ചെയ്യാൻ പാടുള്ളതല്ല. ഇപ്പോൾ പറഞ്ഞ കാര്യം വ്യക്തമാക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ടോപ്പ് ലൈൻ കാണിക്കുന്നത് സീലിങ്ങിനെയാണ്, അതുപോലെ താഴത്തെ ലൈൻ കാണിക്കുന്നത് സ്കർട്ടിങ്ങിനെയാണ്. ഇതിനിടയ്ക്ക് വരുന്ന ബിൽഡിംഗ് വാളിൻ്റെ ഭാഗത്ത് ശരിയായ രീതിയിലുള്ള ചേസസ് ഗ്രീൻ ടിക്ക് വഴി അടയാളപ്പെടുത്തിയിരിക്കുന്നു.
തെറ്റായ രീതിയാണ് ഇവിടെ റെഡ് ക്രോസ് മാർക്ക് വഴി കാണിച്ചിരിക്കുന്നത്. ശരിയായ രീതിയിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ ഒന്നുകിൽ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ രീതിയിൽ മാത്രമാണ് ചേസസ് ഉണ്ടാക്കിയിരിക്കുന്നത്. തെറ്റായ രീതിയിൽ നമുക്ക് കാണാം ചരിഞ്ഞ രീതിയിൽ ഗ്രൂസ് കട്ട് ചെയ്തിരിക്കുന്നു. ഇത് ഒഴിവാക്കേണ്ടതാണ്. വെർട്ടിക്കൽ ചേസസ് ഷുഡ് നോട്ട് ബി ഡീപ്പർ ദാൻ 1/3 ഓഫ് ദി വാൾ തിക്നെസ്. വെർട്ടിക്കൽ ചേസസ് എല്ലായ്പ്പോഴും അതിൻ്റെ തിക്നെസ്സിൻ്റെ 1/3 കൂടാൻ പാടുള്ളതല്ല. അതായത് ഈ സർഫസിൽ നിന്ന്, ഈ ഫ്ലാറ്റ് സർഫസിൽ നിന്ന് ഈ വെർട്ടിക്കൽ ചേസസിൻ്റെ അകത്തോട്ടുള്ള ആഴം അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഈ വാൾ തിക്നെസ്സിൻ്റെ 1/3 കൂടാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഫോർ 100 mm bricks with 10 mm plaster, the maximum depth of the cutting should not be more than 36 mm from the front face of the plaster. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 100 mm ബ്രിക്ക് ആണെങ്കിൽ അതിന് 10 mm പ്ലാസ്റ്റർ നൽകിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ തിക്നെസ് വരുന്നത് 110 mm. ഈ 110ൻ്റെ 1/3 അതായത് 36 mm വരെ മാത്രമേ നമുക്ക് പരമാവധി വെർട്ടിക്കൽ ചേസസിൻ്റെ ഡെപ്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. Horizontal chases should not be deeper than 1/6 of the wall thickness. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ചേസസിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഒരിക്കലും വാൾ തിക്നെസ്സിൻ്റെ 1/6 കൂടാൻ പാടില്ല. വിത്ത് സ്റ്റാൻഡേർഡ് 100 mm blocks with 10 mm plaster, the depth of cut should not be more than 18 mm. ഉദാഹരണം പറയുകയാണെങ്കിൽ 100 mm ബ്രിക്സും 10 mm പ്ലാസ്റ്ററുമാണെങ്കിൽ 110 mm 1/6 അതായത് അറൗണ്ട് 18 mm തിക്നെസ് മാത്രമേ പരമാവധി ഡെപ്തായി നൽകാൻ പറ്റുകയുള്ളൂ. ചേസസ് ഓൺ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ വാൾ ഷുഡ് നോട്ട് ബി ഇൻ ലൈൻ ഓർ ബാക്ക് ടു ബാക്ക്. ഇതുപോലുള്ള ചേസസ് മറ്റേ സൈഡിലും ബിൽഡിംഗ് വാളിൻ്റെ മറ്റേ സൈഡിലും വരികയാണെങ്കിൽ അവ ഒരിക്കലും ബാക്ക് ടു ബാക്ക് അല്ലെങ്കിൽ ലൈനിൽ വരുന്ന രീതിയിൽ നൽകാൻ പാടില്ല. ചേസ് കട്ടിംഗ്. ചേസ് കട്ടർ ഹാസ് 2 പാരലൽ കട്ടിംഗ് ഡിസ്ക് വിത്ത് ഡെപ്ത് സെറ്റിംഗ്. നമ്മൾ മുൻപ് പറഞ്ഞതാണ് വാൾ ചേസറിന് അല്ലെങ്കിൽ ചേസ് കട്ടറിന് 2 പാരലൽ കട്ടിംഗ് ഡിസ്ക് ഉണ്ടായിരിക്കും. അതിൻ്റെ ഡെപ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. The builder simply sets the depth gauge, then runs the grinder up or down or across the wall, making 2 parallel cuts. The waste between the cuts is then knocked out using a cold chisel. നമുക്ക് ആവശ്യമായ അളവിൽ അല്ലെങ്കിൽ ഡെപ്തിൽ പാരലൽ ഡിസ്ക് സെറ്റ് ചെയ്ത് വെച്ച് ആവശ്യമായ രീതിയിൽ വെർട്ടിക്കലി അല്ലെങ്കിൽ ഹൊറിസോണ്ടലി വാൾ ചേസർ ഉപയോഗിച്ച് കട്ട് ഉണ്ടാക്കുന്നു. ഈ 2 കട്ടിനകത്ത് ഇടയ്ക്ക് വരുന്ന വേസ്റ്റ് പോർഷൻ നമുക്ക് ഒരു ചിസൽ ഉപയോഗിച്ച് നീക്കം ചെയ്യാവുന്നതാണ്. Even with the usual dust extraction fitted to these chase cutting tools, they produce a fair amount of dust and appropriate precautions need to be taken to protect both the property and person. വാൾ ചേസറിന് സാധാരണയായി ഡസ്റ്റ് എക്സ്ട്രാക്ഷൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് ഡസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രവർത്തനമായതിനാൽ ജോലി ചെയ്യുന്ന ആൾ ആവശ്യമായ പ്രീകോഷൻസ് എടുത്തിരിക്കണം. ഇത് വാൾ ചേസിങ് ചെയ്യുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. ബിൽഡിങ്ങിൻ്റെ വാൾ സർഫസ് ലെവലാണോ എന്ന് പരിശോധിക്കുന്നു, വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യുന്നു, അതുപോലെ മെഷർമെൻറ്റ്സ് എടുത്ത് മാർക്ക് ചെയ്യുന്നു. ഇത് വാൾ ചേസിങ് ചെയ്യുന്ന ഒരു ചിത്രമാണ്. ഇനി എന്തൊക്കെയാണ് പ്രീകോഷൻസ് എന്ന് നോക്കാം. ചെക്ക് ദി വാൾ ഫോർ പൈപ്സ് ഓൾറെഡി ചേസ്ഡ് ഇൻ ടു ഇറ്റ്. ഓൾറെഡി പൈപ്സ് ചേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. യൂസ് പ്രൊട്ടക്റ്റീവ് ഐ ഗോഗിൾസ് ഓർ ഡസ്റ്റ് മാസ്ക്. കണ്ണ് സംരക്ഷിക്കുന്നതിന് ഐ ഗോഗിൾസ് അതുപോലെ ഡസ്റ്റ് മാസ്ക് ഇവ ധരിക്കുക. യൂസ് വാൾ ചേസർ വിത്ത് ഡസ്റ്റ് കളക്ഷൻ സിസ്റ്റം. ഡസ്റ്റ് കളക്ഷൻ സിസ്റ്റം ഘടിപ്പിച്ചിട്ടുള്ള ഒരു വാൾ ചേസർ ഉപയോഗിക്കുക. ഇനി
പൈപ്പ് ലേ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ചേസ് ഫില്ല് ചെയ്യുക? വൺസ് ദ കേബിൾ ഓർ പൈപ്പ് ഈസ് ഇൻ പ്ലേസ്, യൂസ് എ പെയിൻറ് ബ്രഷ് ടു വെറ്റ് ദ സൈഡ്സ് ആൻഡ് ബാക്ക് ഓഫ് ദ ചേസ് യൂസിങ് ക്ലീൻ വാട്ടർ. ദെൻ അപ്ലൈ എ കോട്ട് ഓഫ് നീറ്റ് PVA, അതായത് പോളിവിനൈൽ അസറ്റേറ്റ് അഡേസീവ്, to the sides and back of the chase and pipe. This will aid the addition of the filler. വൺസ് നമ്മൾ ചേസസ് ഉണ്ടാക്കിയതിൽ പൈപ്പ് ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി PVA എന്നുള്ള ഒരു അഡേസീവ് ഉപയോഗിക്കുന്നു. PVA എന്ന് പറഞ്ഞാൽ പോളിവിനൈൽ അസറ്റേറ്റ് അഡേസീവ്. അതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ അഡേസീവ് ഉപയോഗിച്ച് പൈപ്പിനെ അതിൻ്റെ പൊസിഷനിൽ ഫിക്സ് ചെയ്യുന്നു. പിന്നീട് നമ്മുടെ ചേസസിൽ വരുന്ന ഗ്രൂസ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്ട്രോങ് സാൻഡ് സിമെൻറ്റ് മിക്സ്, ഒരു മോർട്ടാർ ഉപയോഗിക്കുന്നു. അതിൻ്റെ പ്രപ്പോർഷൻ 3:1:1, അതായത് സോഫ്റ്റ് സാൻഡ് ഈസ് ഷാർപ്പ് സാൻഡ് ഈസ് സിമെൻറ്റ് എന്നുള്ള ഒരു അനുപാതമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും പറഞ്ഞതിൽ നിന്നും വോൾ ചേസിങ് എന്താണ്, വോൾ ചേസിങ്ങിന് ഉപയോഗിക്കുന്ന വോൾ ചേസർ, അതിൻ്റെ പ്രവർത്തനം, എന്തൊക്കെ കാര്യങ്ങളാണ് വോൾ ചേസിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് പ്രീകോഷൻസ് മുതലായ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്കൊരു പോർട്ട്ഫോളിയോ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതായത് ഇവിടെ വോൾ ചേസറിൻ്റെ വിവിധ ഭാഗങ്ങളെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പിക്ചേഴ്സ് നിങ്ങൾ കളക്ട് ചെയ്യുക. അത് ഒരു A4 ഷീറ്റിൽ പോർട്ട്ഫോളിയോ പ്രവർത്തനമായി വയ്ക്കുക. ഇന്നത്തെ ഈ ഒരു ചെറിയ ഡിസ്കഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എടുത്തിരിക്കുന്നത് പ്ലംബർ ജനറൽ ടെക്സ്റ്റ് ബുക്ക് ഫോർ ക്ലാസ് 10, അതുപോലെ ഇൻ്റർനെറ്റിൽ നിന്നുള്ള ദേദാത്ത ഇമേജ് കോർട്ടസി ഗൂഗിൾ ഇമേജസ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.